നമസ്കാരം. ആനന്ദ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 76ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ നിറവിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമായി. സ്കോട്ട്ലൻഡിൽ വീശിയടിച്ച ഓവിൻ കൊടുങ്കാറ്റിൽ വൈദ്യുത തടസ്സം നേരിട്ടതായി ഊർജ്ജ വിതരണ ഡയറക്ടർ. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കാലാവസ്ഥ വെല്ലുവിളിയാകുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തെ പ്രശംസിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തനിക്കും സ്റ്റാർമറിനും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങൾ. ഡൊണാൾഡ് ട്രംപിന്റെ ബൂസ്റ്ററിസത്തിൽ നിന്ന് ബ്രിട്ടൻ പഠിക്കേണ്ടതുണ്ടെന്ന് UK ചാൻസലർ. ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാർക്ക് ട്രംപിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം US-ന് ലഭിക്കുമെന്ന് വിശ്വാസം പ്രകടിപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദ്വീപിലെ 57,000 നിവാസികൾ തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ്. വെടിനിർത്തലിന് ശേഷവും ഇസ്രയേലിന് 2000 പൗണ്ട് ബോംബുകൾ നൽകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കാൻ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ഡൊണാൾഡ് ട്രംപിന്റെ ബൂസ്റ്ററിസത്തിൽ നിന്ന് ബ്രിട്ടൻ പഠിക്കേണ്ടതുണ്ടെന്നും അതിന്റെ ശക്തികളെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവ് ആയിരിക്കണമെന്ന് UK ചാൻസലർ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ ബ്രിട്ടനിൽ കൂടുതൽ നിക്ഷേപം തേടാൻ ഡാവോസിലേക്ക് പോയതിനും വ്യാപാരവും സാമ്പത്തിക ബന്ധങ്ങളും പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിൽ ചൈന സന്ദർശിച്ചതിനെക്കുറിച്ചും റേച്ചൽ റീവ്സ് പറഞ്ഞു. ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാർക്ക് ട്രംപിൽ നിന്ന് പഠിക്കാൻ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സ്കോട്ട്ലൻഡിൽ വെള്ളിയാഴ്ച വീശിയടിച്ച ഓവിൻ കൊടുങ്കാറ്റിൽ വൈദ്യുത തടസ്സം നേരിട്ടതായി ഊർജ്ജ വിതരണ ഡയറക്ടർ. എല്ലായിടത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് മുന്നറിയിപ്പ്. ഏതാണ്ട് 1,92,000 പേർക്കും വൈദ്യുതി പുനഃസ്ഥാപിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഉയർന്ന കാറ്റ്, മഞ്ഞ്, അവശിഷ്ടങ്ങൾ എന്നിവ കാരണം ചില പ്രദേശങ്ങളിൽ അറ്റകുറ്റപ്പണികളിൽ ഇപ്പോഴും പ്രശ്നമുണ്ടെന്ന് സ്കോട്ടിഷ് വൈദ്യുത വിഭാഗം വ്യക്തമാക്കി. മുൻ IT ജീവനക്കാരന്റെ ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടീഷ് മ്യൂസിയം ഭാഗികമായി അടച്ചിട്ടു. സുരക്ഷാ സംവിധാനങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് മ്യൂസിയത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറിയ ജീവനക്കാരനെ കഴിഞ്ഞ ആഴ്ച പിരിച്ചുവിട്ടിരുന്നു. ഇതിന് പകരം വീട്ടുന്നതിനായി ഇയാൾ മ്യൂസിയം അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയായിരുന്നു. ഇതോടെ മ്യൂസിയത്തിലെ നിർണായക പ്രവർത്തനങ്ങൾ അവതാളത്തിലായതോടെയാണ് മ്യൂസിയം ഭാഗികമായി അടച്ചിട്ടത്. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തെ പ്രശംസിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തനിക്കും സ്റ്റാർമറിനും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റാർമർ തന്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ചത്. എന്നാൽ താൻ തത്വചിന്തയോട് യോജിക്കുന്നില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ആഴ്ചകൾക്കുള്ളിൽ ട്രംപുമായി ചർച്ചയ്ക്കായി സ്റ്റാർമർ വാഷിംഗ്ടൺ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി വ്യക്തമാക്കി. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം US-ന് ലഭിക്കുമെന്ന് വിശ്വാസം പ്രകടിപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്വയം ഭരണാധികാരമുള്ള ഡാനിഷ് പ്രദേശം ഏറ്റെടുക്കുന്നതിൽ വീണ്ടും താൽപര്യം പ്രകടിപ്പിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദ്വീപിലെ 57,000 നിവാസികൾ തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗ്രീൻലാൻഡിലെയും ഡെൻമാർക്കിലെയും പ്രധാനമന്ത്രിമാർ ദ്വീപ് വിൽപ്പനയ്ക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 90 ദിവസത്തേക്ക് വിദേശ സഹായ ഗ്രാന്റുകൾ താൽക്കാലികമായി നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഉക്രൈനിൽ നിന്നുള്ള സൈനിക സഹായം US നിർത്തിയിട്ടില്ലെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. മാനുഷിക സഹായം നിർത്തിവച്ചിട്ടുണ്ടോ എന്ന് ഉക്രൈൻ നേതാവ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും താൻ സൈനിക സഹായത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും മോൾഡോവൻ പ്രസിഡന്റ് മിയ സന്തു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വെടിനിർത്തലിന് ശേഷവും ഇസ്രയേലിന് 2000 പൗണ്ട് ബോംബുകൾ നൽകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. ഇസ്രയേലിന് ബോംബുകൾ നൽകാൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കാൻ ട്രംപ് US സൈന്യത്തോട് നിർദ്ദേശം നൽകി. ഗാസയിലെ കൂട്ടക്കൊലയിൽ ആശങ്കപ്പെട്ടാണ് ബൈഡൻ നേരത്തെ ബോംബ് വിതരണം നിർത്തലാക്കിയത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന്റെ ആശ്വാസത്തിനിടെയാണ് ട്രംപിന്റെ പുതിയ നീക്കം. US-ൽ നിന്ന് നാടുകടത്തപ്പെട്ടവരെ പാർപ്പിക്കാൻ മെക്സിക്കൻ തൊഴിലാളികൾ പുതിയ നഗരം സ്ഥാപിച്ചു. കുരിശടിയുടെ നിഴലിൽ മെക്സിക്കൻ അതിർത്തി നഗരമായ സിയൂഡാഡ് ജുവറസിലെ തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളും ചേർന്നാണ് ഈ നഗരം നിർമ്മിച്ചത്. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നവർക്കായാണ് ഈ നഗരം നിർമ്മിച്ചിരിക്കുന്നത്. 3000 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയിലെ 8 അതിർത്തി സ്ഥലങ്ങളിൽ ഈ പുതിയ നഗരം നിർമ്മിച്ചു. രാജ്യം ഇന്ന് 76ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ നിറവിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിൽ എത്തി. പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമായി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോ ആണ് ഇത്തവണ മുഖ്യാതിഥി. കര, വ്യോമ, നാവികസേനയുടെ പ്രകടനത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളടക്കം 31 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരക്കുന്നുണ്ട്. ഇന്തോനേഷ്യൻ കരസേനയും പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്.
40 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വർണ്ണാഭമായ കാഴ്ച ഒരുക്കും. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ കണക്കിലെടുത്ത് രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേൽക്കുകയും അഖാഡിൽ ഭിന്നത രൂക്ഷമാക്കുകയും ചെയ്തതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം വീതം വയ്ക്കാമെന്ന സമവാക്യവുമായി ശരത് പവാർ. കൂടുതൽ MLA-മാരുള്ള തങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെന്ന് ഉദ്ധവ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. 288 അംഗം സഭയിൽ 20 അംഗങ്ങളാണ് ഉദ്ധവിനുള്ളത്. തൊട്ടുപിന്നിൽ കോൺഗ്രസ് ആണ്. എന്നാൽ 3 പാർട്ടികൾക്കും ഒറ്റയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാനുള്ള അംഗസംഖ്യ ഇല്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകിയതോടെ കൂടുതൽ സൗജന്യങ്ങളും പദ്ധതികളും വാഗ്ദാനം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഓട്ടത്തിലാണ് പാർട്ടികൾ. മത്സരത്തിന്റെ മുൻനിരയിലുള്ള AAP-യും BJP-യും കോൺഗ്രസും ഓരോ ദിവസവും ഓരോ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഇടത്തരക്കാർ, വനിതകൾ, യുവാക്കൾ, പുരോഹിതർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ച് 3 രാഷ്ട്രീയ കക്ഷികളും പദ്ധതികളും സൗജന്യ വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ, വയോധികർക്ക് പെൻഷനുകൾ, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ധനസഹായങ്ങൾ തുടങ്ങി ഒട്ടനവധി സൗജന്യ വാഗ്ദാനങ്ങളാണ് പാർട്ടികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. KPCC നേതൃമാറ്റത്തിൽ ഉറച്ച് ഹൈക്കമാൻഡ്. പുനഃസംഘടന അനിവാര്യമാണെന്നും ഭാഗിക പുനഃസംഘടന ഗുണകരമല്ലെന്നുമാണ് വിലയിരുത്തൽ. ഇനിയും പുനഃസംഘടന വൈകിയാൽ തിരിച്ചടിയാകുമെന്നും മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ നേതാക്കൾക്കിടയിലെ അഭിപ്രായ അനൈക്യം പരിഹരിക്കാനുള്ള ശ്രമവും ഹൈക്കമാൻഡ് ഊർജിതമാക്കും. കേരളത്തെ മുഖ്യമന്ത്രിയെയും പ്രശംസിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. കേരളം ഒന്നിനും പിറകിലല്ലെന്ന് ഗവർണർ പറഞ്ഞു. മോദിയുടെ ആശയമാണ് വികസിത ഭാരതം. വികസിത കേരളം ഇല്ലാതെ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനാവില്ലെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം കഴിഞ്ഞ ദിവസം സംസാരിച്ചെന്നും മുഖ്യമന്ത്രിക്ക് അക്കാര്യം ബോധ്യപ്പെട്ടുവെന്നും ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് കേരളത്തെപ്പറ്റി കൃത്യമായ ദീർഘവീക്ഷണമുണ്ടെന്നും വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെതെന്നും ഗവർണർ വ്യക്തമാക്കി. പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ KM ചെറിയാൻ അന്തരിച്ചു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രി 11:50 അന്ത്യം. സുഹൃത്തിന്റെ മകന്റെ വിവാഹ ചടങ്ങിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ വിദഗ്ധനാണ് KM ചെറിയാൻ. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. മലയാളി പ്രേക്ഷകന്റെ ഹൃദയത്തിൽ ഇടം നേടിയ അനേകം ജനപ്രിയ സിനിമകളുടെ സംവിധായകനെയാണ് ഷാഫിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നിങ്ങനെ ചലച്ചിത്രത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് ഷാഫി വിട പറഞ്ഞത്. പ്രയത്നശാലിയായ ചലച്ചിത്രകാരനായിരുന്നു ഷാഫി. പ്രേക്ഷക മനസ്സ് വായിച്ചുകൊണ്ടാണ് കഥാപാത്രങ്ങളെയും കഥാവസരങ്ങളെയും അദ്ദേഹം രൂപപ്പെടുത്തിയത്. ഷാഫി സിനിമകൾ സംഭാവന ചെയ്ത ഹാസ്യ കഥാപാത്രങ്ങൾ പലതും തലമുറകൾ കൈമാറി ഏറ്റെടുക്കപ്പെട്ടു. നർമ്മമുഹൂർത്തങ്ങൾ കൊണ്ട് സമർത്ഥമായ ആ സിനിമകൾ മലയാളത്തിന്റെ അതിർത്തി വിട്ടും സ്വീകാര്യത നേടി. അമിതമായ ജലചൂഷണത്തിനെതിരെ ലോകശ്രദ്ധ ആകർഷിച്ച പാലക്കാട്ടെ പ്ലാച്ചിമടയും പുതുശ്ശേരിയും LDF മറക്കരുതെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ്. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി തുടങ്ങാൻ ഇടതുമുന്നണി സർക്കാർ നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ എക്സിക്യൂട്ടീവ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കത്ത് നൽകി. ശനിയാഴ്ച നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം കത്ത് തയ്യാറാക്കി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകുകയായിരുന്നു. ഞായറാഴ്ച സ്കോട്ട്ലൻഡ്, വടക്കൻ, പടിഞ്ഞാറൻ ഹൈലാൻഡ്സ് എന്നിവിടങ്ങളിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി മെറ്റ് ഓഫീസിന്റെ മഞ്ഞ കാലാവസ്ഥാ മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ വടക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മഞ്ഞ് സംബന്ധിച്ച് മഞ്ഞ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അവസാനിക്കും. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 107.59 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 86.21 രൂപ, 1 യൂറോ 90.49 രൂപ, 1 പൗണ്ട് 1.25 US ഡോളർ. ഇംഗ്ലണ്ടിനെതിരായ 2ാം T20യിൽ ഇന്ത്യക്ക് 2 വിക്കറ്റ് തകർപ്പൻ ജയം. 2ാം T20 മത്സരത്തിൽ തകർത്തടിച്ച് ഇന്ത്യയുടെ വിജയശില്പിയായ തിലക് വർമ്മ രാജ്യാന്തര T20യിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി റെക്കോർഡ് ബുക്കിൽ തിലക് ഇടം നേടി. ഇന്ത്യയുടെ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും തിലക് വർമ്മയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് ജോസ് ബട്ട്ലർ പറഞ്ഞു. മത്സരത്തിന് ശേഷമായിരുന്നു ഇംഗ്ലണ്ട് ക്യാപ്റ്റന്റെ ഈ പ്രതികരണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം ഇന്ന് 76ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ നിറവിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമായി. സ്കോട്ട്ലൻഡിൽ വീശിയടിച്ച ഓവിൻ കൊടുങ്കാറ്റിൽ വൈദ്യുത തടസ്സം നേരിട്ടതായി ഊർജ്ജ വിതരണ ഡയറക്ടർ. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കാലാവസ്ഥ വെല്ലുവിളിയാകുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തെ പ്രശംസിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തനിക്കും സ്റ്റാർമറിനും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങൾ. ഡൊണാൾഡ് ട്രംപിന്റെ ബൂസ്റ്ററിസത്തിൽ നിന്ന് ബ്രിട്ടൻ പഠിക്കേണ്ടതുണ്ടെന്ന് UK ചാൻസലർ. ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാർക്ക് ട്രംപിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം US-ന് ലഭിക്കുമെന്ന് വിശ്വാസം പ്രകടിപ്പിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദ്വീപിലെ 57,000 നിവാസികൾ തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ്.
വെടിനിർത്തലിന് ശേഷവും ഇസ്രയേലിന് 2000 പൗണ്ട് ബോംബുകൾ നൽകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കാൻ നിർദ്ദേശം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.